ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ടാറ്റ വിസ്ത ഉണ്ടോ, കോട്ടറാജറ്റ്, അതായത് ഡീസൽ വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൽ കസ്റ്റമറെ കംപ്ലയിൻറ്റ്, വണ്ടി ബ്രേക്ക് ചവിട്ടുമ്പോൾ ഭയങ്കര ഹാർഡ്നെസ്, ഒരു സോഫ്റ്റ്നെസ് ഇല്ല, ഭയങ്കര ഹാർഡ്, ഒരു പാറയമ്മ ചവിട്ടുന്ന പോലെ. അതാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ അത് എൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ബൂസ്റ്റർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത്രയും ഹാർഡ്നെസ് വരാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബൂസ്റ്റർ മാറണം. ബൂസ്റ്റർ വിത്ത് MC ഉണ്ട് വരിക. ബൂസ്റ്റർ മാത്രമല്ല MCയും കൂടി കൂടുതൽ വരും. അപ്പോൾ ഇതിൻ്റെ ബൂസ്റ്റർ മാറണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ MC അഴിച്ച് മാറ്റാം. MC അഴിച്ച് മാറ്റി അത് 2 ഞെട്ടുണ്ടായിരിക്കും, 2 ഞെട്ടഴിക്കുക. പിന്നെ അതാ ഈ പൈപ്പ്, ഇവിടെ 2 പൈപ്പ്, അത് ABSയിലേക്കാണ് വരുന്നുണ്ടായിരിക്കുക. ഈ 2 പൈപ്പ് അഴിച്ചിട്ട് പിന്നെ MC മാറ്റാം. അതിന് ശേഷം നമുക്ക് ബൂസ്റ്റർ അഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റേ ഉള്ള വണ്ടികളെ പോലെ ചില വണ്ടികൾക്ക് നമുക്ക് ബൂസ്റ്ററും MCയും ഒന്നിച്ച് അയക്കാൻ പറ്റും. പക്ഷേ ഇതിലവിടെ ഗ്യാപ്പില്ല. MC അയച്ചാൽ തന്നെ ബൂസ്റ്റർ അയക്കാൻ കുറച്ച് പാടുണ്ടോ. അപ്പോൾ ഇതാണ് MCയും ബൂസ്റ്ററും സെപ്പറേറ്റ് അയച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കി എന്തൊക്കെ അയക്കണം വെച്ചാൽ ഈ 2 പൈപ്പ് ഉണ്ടല്ലോ, ഈ 2 പൈപ്പ് അയക്കണം. ആ പൈപ്പ് ഇതാ ABSൻ്റെ മോട്ടറൊക്കെ വരണം കേട്ടോ. ആ 2 പൈപ്പ് ഇവിടുന്ന് അയച്ച് മാറ്റി വെക്കണം. ആ ബൂസ്റ്റർ അവിടെ നിന്ന് വലിക്കുമ്പോൾ അവിടെ തടയും. അപ്പോൾ ആ പൈപ്പും കൂടി അവിടെ നിന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം അയക്കാനുള്ളത് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, അതാ ഇവിടെ ഈ സ്ക്രൂ ഉണ്ടായിരിക്കും. ഈ സ്ക്രൂ വെച്ചിട്ട് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ റിസർവ് ടാങ്ക് നേരെ ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഈ പൈപ്പ് അയക്കുക. പവർ സ്റ്റിയറിന് മോട്ടോയ്ക്ക് പോകുന്ന പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് അയക്കുക. ആ പൈപ്പ് കണക്ട് ചെയ്യുന്ന ഒരു മെറ്റൽ പൈപ്പ് ഉണ്ട്. ആ പൈപ്പ് 2 അല്ലെങ്കിൽ വോൾട്ട് ഉണ്ടായിരിക്കും. ആ വോൾട്ട് വെച്ചിട്ട് ആ ഒരു ജസ്റ്റ് ഒരു മെറ്റൽ പൈപ്പും കൂടി മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം അയക്കാനുള്ളതാണ് എഞ്ചിൻ്റെ ഫൗണ്ടേഷനിലെ 3 ബോൾട്ട് ഉണ്ട്. ആ 3 ബോൾട്ട് അഴിച്ചിട്ട് എഞ്ചിൻ താത്തണം. എഞ്ചിൻ മാക്സിമം താത്തിയ ശേഷം നമുക്ക് ബൂസ്റ്റർ അയക്കാൻ പറ്റും. ബൂസ്റ്റർ പിന്നെ അയക്കാന്നുണ്ടെങ്കിൽ ആ ക്ലച്ചിൻ്റെ MCയും കൂടി മാറണം കേട്ടോ. ബൂസ്റ്ററിൻ്റെ 4 ബോൾട്ട് ഉണ്ടായിരിക്കും, 4 ബോൾട്ട് ഉണ്ടായിരിക്കും. പിന്നെ പെഡലമേക്ക് വരുന്ന ലോക്കും അത് അയക്കുക. പിന്നെ ക്ലച്ചിൻ്റെ MCയും കൂടി ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് അഴിച്ച് മാറ്റി വെക്കണം. 2 10-ൻ്റെ നെറ്റ് ഉണ്ടായിരിക്കും കേട്ടോ. ആ നെറ്റ് അയച്ചിട്ട് നേരെ അപ്പുറത്തുനിന്ന് അത് മാറ്റി വെച്ചാൽ മതി. അതിന് ശേഷം എഞ്ചിൻ താത്തിയിട്ട് മാക്സിമം ഇതുണ്ടോ, ഇത് MC നേരെ കുറച്ചും കൂടി അപ്പുറത്തേക്കാണ് മാറ്റി വയ്ക്കുക. ബൂസ്റ്റർ അവിടെ തടയും. അതുകൊണ്ടാണ് ആ MC അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ച് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ എഞ്ചിൻ പരമാവധി താത്താൻ പറ്റുന്ന വിധത്തിൽ മാക്സിമം താത്തി വയ്ക്കുക. അതിന് ശേഷം ബൂസ്റ്റർ ഒരു വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അത് എഞ്ചിൻ താത്തി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് പോയൊന്നുമില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി പതിയെ എടുക്കണം. അപ്പോൾ ആദ്യമായിട്ട് അയക്കുമ്പോൾ കുറച്ച് റിസ്ക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബൂസ്റ്റർ അയക്കേണ്ടത് കേട്ടോ. അത് ടാറ്റ വിസ്തേൻ്റെ ഒക്കെ ബൂസ്റ്റർ അയക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിൽ അയക്കേണ്ടത്. എഞ്ചിൻ പരമാവധി താത്തി വയ്ക്കുക കേട്ടോ. താത്തി വെച്ചിട്ട് ബൂസ്റ്റർ ആ മുകളിലത്തെ ബൂസ്റ്ററിലേക്ക് പോകണം, ഓസും കാര്യങ്ങളും കഴിക്കണം. പിന്നെ മുകളിലൊരു വയറിങ് കിറ്റ് ഉണ്ടായിരിക്കും, അത് ജസ്റ്റ് ഒന്ന് അയച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. ജസ്റ്റ് ആ ക്ലിപ്പിൽ നിന്ന് അയച്ച് മാറ്റിയിട്ട് ജസ്റ്റ് മാറ്റി വയ്ക്കാം, ബൂസ്റ്റർ തടയാതിരിക്കാൻ വേണ്ടിയിട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേച്ച് കഴിഞ്ഞാൽ അത് കിട്ടും.